മാണിക്ക് പണി കിട്ടിയത് VSന്റെ അടുത്തു നിന്നാണ്. പാലായിലെത്തി എന്തേലും വെളിപ്പെടുത്തണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് VSനെയും മകനെയും തെറി വിളിക്കാമെന്ന് കരുതിയത്. അങ്ങനെയാണ് VSന്റെ മകൻ അരുൺകുമാറിന്റെ പഴയ കേസൊക്കെ ഓർമ്മിപ്പിച്ച് മാണി പാലാക്കാരെ ആവേശം കൊള്ളിച്ചത്. അച്യുതാനന്ദൻ പറഞ്ഞത് മാണി ഈ സ്വീകരണങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അതൊന്നും അഴിമതിക്ക് വഴിവെക്കുകയുള്ളൂ സ്വീകരണം. എനിക്ക് അച്യുതാനന്ദൻ ഒന്നേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അച്യുതാനന്ദ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. അച്യുതാനന്ദ, അങ്ങയുടെയും അങ്ങയുടെ മകന്റെയും കാര്യമോർത്ത് കരഞ്ഞാൽ മതി. അതൊരു ഭയങ്കര ആക്രമണമായി എന്ന് മാണി പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു VS. ജോസ് കെ മാണിയുടെ ചരിത്രം വിളിച്ചു പറഞ്ഞാൽ മാണി ആകെ നാറിപ്പോകുമത്രേ. മാണിയുടെ മകനെ പറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ അത് ആകെ നാറുന്ന കേസാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സരിത 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 എസ് നായർ നടത്തിയ പീഡന വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് VS പറയുന്നത്. വെളിപ്പെടുത്തും എന്ന് വീമ്പിളക്കി നടന്ന് ഒടുവിൽ പറഞ്ഞത് തിരിച്ചടിച്ച അവസ്ഥയിലായി. ഇനിയും ഗൂഢാലോചന വെളിപ്പെടുത്തൽ തുടങ്ങിയ പ്രയോഗങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും വഴി പണികൾ വരും. അതുകൊണ്ട് മാണി സാർ സൂക്ഷിച്ചോളുക. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.